മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് x1 follows chi square with n1 degrees of freedom, x2 follows chi square with n2 degrees of freedom. Also x1 and x2 are independent. x1 and x2 are independent അല്ലേ? അപ്പൊ നമുക്കറിയാം x1 follows chi square with n1 degrees of freedom ആണെങ്കിൽ m x1 of t എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ ഇന്നലെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1 minus 2t raised to minus n1 by 2. നമ്മൾ n/2 ആയിരുന്നു ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇവിടെ x1 ന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആയതുകൊണ്ട് മൈനസ് n1/2 എന്ന് കിട്ടി. സിമിലർലി mx chi square distribution with n1 plus n2 degrees of freedom അല്ലേ? 1 minus 2t raised to minus n/2 ആണ് chi squareന്റെ mgf. ഇവിടെ n-ന്റെ സ്ഥാനത്ത് n1 plus n2 വന്നേ വ്യത്യാസമുള്ളൂ. So x1 plus x2 follows chi square with n1 plus n2 degrees of freedom. x1 plus x2 follows chi square with n1 plus n2 degrees of freedom. So additive property എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? x1 is a chi square variate with n1 degrees of freedom and x2 is a chi square variate with n2 degrees of freedom, and if x2 are independent, then x1 plus x2 will have a distribution with n1 plus n2 degrees of freedom. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതി x1 chi square with n1 ആണെന്ന്, x1 follows chi square with n1 ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. ഇങ്ങനെ എഴുതിയാലും മതി, നൊട്ടേഷൻ ബോർഡിൽ എഴുതിയ പോലെ എഴുതിയാലും മതി. x1 follows chi square with n1 and x2 follows chi square with n2. Also x1 and x2 are independent. Then mx1 of t equal to 1 minus 2t raised to minus n1/2. ബോർഡിലുണ്ട്, അത് നോക്കി തെറ്റാതെ എഴുതുക. x1 of t എഴുതുക, x2 of t എഴുതുക. ഇവിടുന്ന് മുതൽ ലാസ്റ്റ് വരെ എഴുതുക കേട്ടോ. x1 plus x2 follows chi square with n1 plus n2 വരെ എഴുതുക. എഴുതി കഴിഞ്ഞാ പറയാട്ടാ. which is the mgf of a chi square with n1 plus n2 അതായത് എന്താ x1 plus x2. therefore x1 plus x2 follows chi square with n1 plus n2. കുറച്ച് നോട്ട്സ് എഴുതുക. നോട്ട് പോയിന്റ് ആയിട്ട് എഴുതുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, if x follows
n mu sigma, then x minus mu by sigma follows n01, which implies x minus mu by sigma the whole square. എന്ത് ഫോളോ ചെയ്യും? എന്ത് ഫോളോ ചെയ്യുന്നാണ് ഇന്നലെ പറഞ്ഞത്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. എന്താ ഫോളോ ചെയ്യുക? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? കൈ സ്ക്വയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 1. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് നോർമലിന്റെ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. രണ്ടാമത്തത്, ഇഫ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ then എക്സ് ബാർ സാമ്പിൾ മീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്? എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോസ് n01, which implies x bar minus mu by sigma by root n the whole square follows chi square with 1 degrees of freedom. അല്ലേ? എക്സ് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് എൻ. അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കിട്ടുന്ന വേരിയബിളുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും. അതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ഐ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. എഴുതിയോ? ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എസ് ആയിട്ടൊക്കെയാണ് ചോദിക്കാറ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ വേരിയൻസ്. കുറച്ച് ലെങ്ത് ഉള്ള ഡെറിവേഷൻ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ വേരിയൻസ്. നമ്മൾ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തു. സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോർമൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് എന്നും. ഇനി സാമ്പിൾ വേരിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് വരിക? അതാണ് നമുക്കിനി ഇവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ലെറ്റ് x1 x2 etc xn, let x1 x2 etc xn, x1 x2 etc xn be a random sample drawn from a normal population n mu sigma. Let x1 x2 etc xn be a random sample drawn from a normal population n mu sigma. Full stop. Let x bar be the sample mean. X bar be the sample mean. And s square, small s square, be its variance. Let x bar be the sample mean and s square be its variance. Here we consider the random observations as independent and normally distributed random variables. Independent and normally distributed random variable with mean mu and variance sigma square.
എഴുതിയോ? Miss, normally distributed random variables with mean mu and variance sigma square. എഴുതിയാ? ഓക്കെ, ഇനി എഴുതണ്ട, ഇനി ഞാൻ പറഞ്ഞിട്ട് എഴുതിയാ മതി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ എഴുതിയത്? x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു റാൻഡം സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഓരോ എക്സൈസും ഫോളോ ചെയ്യുന്നത് n mu സിഗ്മയാണ്. കാരണം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന റാൻഡം വേരിയബിളുടെ മീൻ മ്യൂ ആണെന്നും വേരിയൻസ് സിഗ്മ ആണെന്നും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ് ബാറിനെ സാമ്പിൾ മീൻ ആയിട്ടും എസ് സ്ക്വയറിനെ സാമ്പിൾ വേരിയൻസ് ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്തു അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് എക്സ് ഐ ഫോളോസ് എൻ മ്യൂ സിഗ്മ then xi minus mu by sigma follows n01 അല്ലേ? which implies xi minus mu by sigma the whole square follows chi square with 1 degrees of freedom, which implies summation I equal to 1 to n. 1 degrees of freedom. 1 second. To n xi minus mu by sigma whole square and follow chi square with 1 degrees of freedom നമ്മൾ അവിടെ നിർത്തി. പിന്നെ ഓൾസോ നമുക്കറിയാം സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണ്. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? chi square with 1 degrees of freedom തന്നെ കിട്ടും. ഇത് എഴുതിയത് ക്ലിയർ ആണോ? അപ്പൊ എഴുതൂ. ഇപ്പൊ എഴുതി നിർത്തിയതിന് താഴെ എഴുതാ that is xi follows n mu sigma. ബോർഡിലുണ്ട്, നൊട്ടേഷൻ ആയിട്ട് എഴുതിയാൽ മതി. xi follows n mu sigma for I equal to 1 to n. Therefore, xi minus mu by sigma follows n01. xi minus mu by sigma follows n01. Then xi minus mu by sigma the whole square follows chi square with 1 degrees of freedom. ബോർഡിലുണ്ട്, തെറ്റാതെ എഴുതുക. which implies summation I equal to 1 to n xi minus mu by sigma whole square follows chi square with n degrees of freedom. Chi square n. Also we know that x bar follows n mu sigma by root n. Also we know that x bar follows n mu sigma by root n. which implies x bar minus mu by sigma by root n follows n01. Therefore, x bar minus mu by sigma by root n whole square follows chi square with 1 degrees of freedom. എഴുതിയോ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ വരെ എഴുതി വെച്ചതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, now we എഴുതണ്ട. കൺസിഡർ ദ എക്സ്പ്രഷൻ summation I equal to 1 to n xi minus mu the whole square.
ഈ എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇതിൽ xi മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഉള്ളിൽ ഒരു എക്സ് ബാർ ആഡ് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഇനി ഇതിനെ ഒരു ടേം ആയിട്ടും ഇതിനെ ഒരു ടേം ആയിട്ടും നമ്മൾ എടുത്തു. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം അല്ലേ. അപ്പൊ സമ്മേഷൻ i ഈക്വൽ ടു 1 to n നമ്മൾ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് ഇത് ഫസ്റ്റ് ടേം xi മൈനസ് എക്സ് ബാറിനെ ഫസ്റ്റ് ടേം ആയിട്ടും എക്സ് ബാർ മൈനസ് മ്യൂവിനെ സെക്കൻഡ് ടേം ആയിട്ടും എടുത്തു. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതെങ്ങനെ എഴുതാം? xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ. 2 into xi മൈനസ് എക്സ് ബാർ into എക്സ് ബാർ മൈനസ് മ്യൂ into മ്യൂ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇനി സമ്മേഷൻ കൊടുക്കുകയാണ്. സോ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 into എക്സ് ബാർ മൈനസ് മ്യൂവിനെ സമ്മേഷന്റെ പുറത്ത് നിർത്തി, കാരണം അവിടെ ഐകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ബാക്കി സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ എഴുതി പ്ലസ് ഇവിടെ നമുക്ക് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ പുറത്ത് നിർത്താം. എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ പുറത്ത് നിർത്തിയ പിന്നെ അവിടെ സമ്മേഷൻ i ഈക്വൽ ടു 1 to n 1 എന്നേ ഉള്ളൂ അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എൻ എസ് സ്ക്വയർ. എൻ എസ് സ്ക്വയർ എന്ന് എഴുതാനുള്ള കാരണം എന്താ? എസ് സ്ക്വയർ ഈക്വൽ ടു 1 by n സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ. ഇതാണ് സാമ്പിൾ വേരിയൻസിന്റെ ഡെഫിനേഷൻ. അപ്പൊ അതിൽ ഈ ടേം മാത്രം കിട്ടണമെങ്കിൽ n into s സ്ക്വയർ ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഫസ്റ്റ് ടേമിന് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാറിന് എക്സ് ബാർ ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? n s സ്ക്വയറിനായിട്ട് എഴുതാം. കാരണം എസ് സ്ക്വയറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 by n into സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിന് നമ്മള് n s സ്ക്വയർ എഴുതി. n s സ്ക്വയർ പ്ലസ് 2 into എക്സ് ബാർ മൈനസ് ന്യൂ into ഇനി ഈ രണ്ട് ടേമിന് സമ്മേഷൻ കൊടുക്കുക. അപ്പൊ എന്ത് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n x പ്ലസ് എക്സ് ബാർ മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ into 1 നെ കിട്ടും n തന്നെ കിട്ടും അല്ലെ. 1 plus 1 plus etc n times ആഡ് ചെയ്താൽ n കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2 into എക്സ് ബാർ മൈനസ് ന്യൂ into സമ്മേഷൻ xi എന്ന് പറഞ്ഞാൽ എന്താ? n എക്സ് ബാർ അല്ലെ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 1 by n സമ്മേഷൻ xi ആണ് എക്സ് ബാർ. അപ്പൊ അതിൽ സമ്മേഷൻ xi എന്ന് പറയുന്നത് n എക്സ് ബാർ. ഓക്കെ, അതുകൊണ്ട് എക്സ് ബാറിനെ നമുക്ക് സോറി സമ്മേഷൻ xi നെ നമുക്ക് n എക്സ് ബാർ എന്ന് എഴുതാം. ഇനി അടുത്ത ടേമില് സമ്മേഷൻ i ഈക്വൽ ടു 1 to n എക്സ് ബാറിൽ എക്സ് ബാറിനെ പുറത്തേക്ക് നിർത്തിയാൽ ബാക്കി സമ്മേഷൻ i ഈക്വൽ ടു 1 to n 1 എന്ന് വരും. അതായത് അത് സം ചെയ്താൽ n എക്സ് ബാർ എന്ന് തന്നെ വരും. ഇവിടെ എക്സ് ബാർ പുറത്തേക്ക് നിർത്താൽ ബാക്കി ഇവിടെ 1 വരുള്ളൂ. 1 നെ n ടൈംസ് സം ചെയ്താൽ n തന്നെ കിട്ടും. പ്ലസ് n into എക്സ് ബാർ മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ. നമുക്കിപ്പോ എന്ത് കിട്ടി? n സ്ക്വയർ പ്ലസ് ഇവിടെ n എക്സ് ബാർ മൈനസ് n എക്സ് ബാർ ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോവും. ബാക്കി മൂന്നാമത്തെ ടേം മാത്രമേ ഉള്ളൂ. n സ്ക്വയർ പ്ലസ് n into എക്സ് ബാർ മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് ന്യൂ ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്തു. ഒരു എക്സ് ബാർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഈ രണ്ട് ടേംസിനെ ഒരുമിച്ചാക്കിയിട്ട് ഈ രണ്ട് ടേംസിനെ ഒരുമിച്ചാക്കി a പ്ലസ് ബി ഹോൾ സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തു. സെപ്പറേറ്റ് സമ്മേഷൻ കൊടുത്തു. നമുക്ക് അറിയുന്ന എക്സ്പ്രഷന്റെ ഫോമിലോട്ട് മാറ്റി എഴുതി. അപ്പൊ നമുക്ക് ലാസ്റ്റ് n സ്ക്വയർ പ്ലസ് n into എക്സ് ബാർ മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ എഴുതു കൺസിഡർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതുക കേട്ടാ. Consider summation i equal to 1 to n xi minus mu the whole square, that is equal to summation i equal to 1 to ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിട്ടിയത്.
summation I equal to 1 to n എഴുതണ്ട അവിടെ ശ്രദ്ധിക്കാം. xi minus mu whole square equal to n square plus n into x bar minus mu the whole square. ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? ഇനി നമ്മൾ ത്രൂ ഔട്ട് ഈ എക്സ്പ്രഷനിൽ സിഗ്മ സ്ക്വയറോട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും? summation I equal to 1 to n xi minus mu the whole square divided by sigma square equal to n square by sigma square plus n into x bar minus mu the whole square by sigma square. Okay, ഇങ്ങനെ വന്നു. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണോ? summation I equal to 1 to n xi minus mu by sigma the whole square എന്നാക്കി എഴുതി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരുമിച്ച് സ്ക്വയർ കൊടുത്തു. ഈക്വൽ ടു n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മള് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയതിന് ഈ എന്നിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ സിഗ്മ സ്ക്വയർ ബൈ n ആണ് മുകളിലേക്ക് പോകുമ്പോ n ബൈ സിഗ്മ സ്ക്വയർ ആവുന്നത്. മനസ്സിലായോ? അതായത് ഈ എക്സ്പ്രഷൻ ഇല്ലേ, n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ബൈ n എന്ന് എഴുതാം. അതിന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പൊ ഇത് തന്നെയല്ലേ വരിക? നമുക്ക് അറിയുന്ന ഒരു ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയത്. ഇനി ഇതില് ഈ ടേമിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം chi square with n degrees of freedom ആണ്. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുമ്പോ, തിയറം തുടങ്ങുമ്പോ. n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ അറിയില്ല നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന്, അത് അങ്ങനെ തന്നെയുണ്ട്. പ്ലസ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം എന്താ? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ chi square with 1 degrees of freedom ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി ലെഫ്റ്റ് സൈഡ് n degrees of freedom, റൈറ്റ് സൈഡ് 1 ഉള്ളൂ. അപ്പൊ എന്തായാലും n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താവണം? n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് chi square with n minus 1 degrees of freedom. അപ്പോഴാണ് n minus 1 ഉം 1 ഉം കൂടി ആഡ് ചെയ്യുമ്പോ നമുക്ക് n degrees of freedom കിട്ടുള്ളൂ. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് chi square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ടേം chi square with n ഉം ഈ ടേം chi square with 1 ഉം ആണെങ്കിൽ നടുവിലത്തെ ടേം എന്തായിരിക്കും? ഇവിടെ n degrees of freedom വന്നാൽ ഇവിടെയും chi square with n degrees of freedom വരണം. എന്നാലാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇത് ഈക്വൽ ആവുള്ളൂ. അപ്പൊ ഇതിൽ ഇത് chi square 1 ആണെങ്കിൽ ഇനി ഇത് chi square n ആവണമെങ്കിൽ ഇവിടെ എന്താവണം? n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ chi square with n minus 1 degrees of freedom ആവണം. ഓക്കെ, ക്ലിയർ ആയോ? അത് ഈ പറഞ്ഞത് ഒന്നുകൂടി പറയണോ? ഓക്കെ, അപ്പൊ എഴുതൂ. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സിഗ്മ സ്ക്വയർ, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ അല്ലെങ്കിൽ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ സിഗ്മ സ്ക്വയർ വി ഗെറ്റ് dividing each term by sigma square dividing each term by sigma square we get ഈ സ്റ്റെപ്പ് എഴുതുക, ഈ സ്റ്റെപ്പ് ഇതുവരെ എഴുതുക കേട്ടാ, ഇവിടെ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാ പറയാ. മിസ് എഴുതി.
x bar minus mu the whole square by sigma square that is equal to x bar minus mu the whole square by sigma square by n that is equal to x bar minus mu by sigma root n whole square. മിസ് എഴുതി അല്ലേ? That is chi square n equal to ഇങ്ങനെ ഈ സ്റ്റെപ്പ് chi square n equal to n square by sigma square plus chi square 1. That is chi square n equal to n square by sigma square plus chi square 1. Here we have seen that the left hand side the LHS എഴുതിയാലും മതി. Here we have seen that the left hand side follows chi square with n degrees of freedom. Chi square with n degrees of freedom. So by additive property of chi square distribution, we have n square by sigma square follows chi square with n minus 1 degrees of freedom. N square by sigma square follows chi square with n minus 1 degrees of freedom. Therefore, f of n square by sigma square. n square by sigma square എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ chi square with n minus 1 degrees of freedom ആണ്. അപ്പൊ അതിന്റെ PDF നമ്മൾ എഴുതാണ്. നമ്മൾ സാധാരണ chi square ഡിസ്ട്രിബ്യൂഷനിൽ n വരുന്നവിടെയെല്ലാം n minus 1 വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് n square by sigma square ആണ്. അതിനെങ്ങനെ എഴുതാം? 1/2 raised to n minus 1/2 gamma n minus 1/2. ഇനി e raised to minus chi square by 2 എന്നാണ് നമുക്ക് വരിക. e raised to minus chi squareന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് n square by sigma square. So chi square by 2 എന്ന് പറഞ്ഞാൽ 2 sigma square. ഇനി chi square raised to n/2 minus 1 ആണ് ശരിക്കും വരിക. അപ്പൊ ഇവിടെ chi squareന്റെ സ്ഥാനത്ത് n square by sigma square raised to n-ന്റെ സ്ഥാനത്ത് n minus 1. So n minus 1/2 minus 1. For 0 less than or equal to n square by sigma square less than infinity and 0 elsewhere. നമ്മുടെ വേരിയബിൾ n square by sigma square ആണ്. അത് ഫോളോ ചെയ്യുന്നത് chi square with n minus 1 degrees of freedom ആണ്. അപ്പൊ നമ്മുടെ വേരിയബിൾ വരുന്നവിടെയെല്ലാം n square by sigma square വെച്ചിട്ടും n വരുന്നവിടെയെല്ലാം n minus 1 വെച്ചും റീപ്ലേസ് ചെയ്യാം. എഴുതിക്കോളൂ. മിസ് എഴുതി. അമ്മു പറഞ്ഞു. എഴുതിയോ? മിസ് എഴുതി.
ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട സാമ്പിൾ വേരിയൻസ് എക്സ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഓഫ് എസ് സ്ക്വയർ ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അറിയുന്നത് എഫ് ഓഫ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ ആണ്. നമ്മള് ചേഞ്ച് ഓഫ് വേരിയബിൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് സെമസ്റ്ററിൽ അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എസ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. സോ നമ്മള് ഈ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന് സം യു എന്ന് കൊടുക്കണം. ലെറ്റ് യു ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി എസ് സ്ക്വയർ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ട് വിചാരിക്കേണ്ടത് അത് സാമ്പിൾ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ വേരിയബിൾ ആണ്. സോ ഡി യു ബൈ ഡി എസ് സ്ക്വയർ ഈസ് എൻ ബൈ സിഗ്മ സ്ക്വയർ. നമുക്ക് വേണ്ടത് എഫ് ഓഫ് എസ് സ്ക്വയർ. സോ എഫ് ഓഫ് എസ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് യു ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ. നമ്മളെ ചേഞ്ച് ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡാണ് അല്ലെ. അപ്പൊ നമുക്ക് എസ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് വേണ്ടത്. എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ അറിയാം. സോ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന് യു എന്ന് കൊടുത്തു. വേണ്ടത് എസ് സ്ക്വയറിന്റെ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എസ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ എഫ് ഓഫ് എസ് സ്ക്വയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എഫ് ഓഫ് യു ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ. എഴുതൂ ഇത്രയും, എന്നിട്ട് ബാക്കി എഴുതാം. ലെറ്റ് യു ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. Then du by ds square equal to n by sigma square. Therefore, by change of variable method, we have f of s square equal to f of u into absolute value of du by ds square. എഴുതിയോ? ശരി. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. സോ ദിസ് ഇംപ്ലൈസ് f of s square equal to f of u എന്ന് പറഞ്ഞാൽ u എന്ന് പറഞ്ഞാൽ f of n square by sigma square. അത് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? 1/2 raised to n minus 1/2 gamma of n minus 1/2 e raised to minus n square by 2 sigma square into n square by sigma square raised to n minus 1/2 minus 1 into absolute value of du by ds square പറഞ്ഞാൽ ഒരു n by sigma square കൂടി വരും into n by sigma square. ജസ്റ്റ് നമ്മൾ f of u absolute value of du by ds square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. എഴുതാൻ വരട്ടെ, ഞാൻ ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണോ. ദിസ് ഇംപ്ലൈസ് f of s square equal to n by sigma square ഇവിടെ ഉണ്ട്. n by sigma square raised to n minus 1/2. ഇവിടെ n by sigma square raised to n minus 1/2 minus 1 ഉം ഇവിടെ n by sigma square ഉണ്ട്. അപ്പൊ ഈ 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് വരും? n by sigma square raised to n minus 1/2. അത് നമ്മൾ ഈ 1/2 ആയിട്ട് കമ്പൈൻ ചെയ്ത് എഴുതണം. മനസ്സിലായോ? ഇവിടെ s സ്ക്വയർ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒന്നുകൂടി എഴുതി കാണിക്കാം. 1/2 raised to n minus 1/2 by gamma of n minus 1/2 e raised to minus n square by 2 sigma square. ഇനി ഇതിനെ n by sigma square raised to n minus 1/2 minus 1 s square raised to split ചെയ്ത് എഴുതി n minus 1/2 minus 1 into n by sigma square. ഈ n by sigma squareന്റെ പവർ 1 ആണ്. അപ്പൊ ഈ 1 ഉം ഈ -1 ക്യാൻസൽ ചെയ്തു പോയി. അപ്പൊ ഇവിടെ n by sigma square raised to n minus 1/2 ഉണ്ട്. ഇവിടെ ഒരു 1/2 raised to n minus 1/2 ഉണ്ട്. അപ്പൊ ഇതിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതാണ്.
So this implies f of s square equal to n by 2 sigma square raised to n minus 1 by 2 by gamma of n minus 1 by 2 e raised to minus n square by 2 sigma square into s square raised to n minus 1 by 2 minus 1, where 0 less than or equal to s square less than infinity and 0 elsewhere. This is the distribution of sample variance. Clear ആയോ? മിസ് ക്ലിയർ ആയി. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണ്. അപ്പൊ എഴുതിയെടുക്കും. എഴുതി കഴിഞ്ഞാൽ പറയാം. ഇതിപ്പോൾ എവിടെ നിന്ന് എഴുതിയെടുക്കണ്ട? ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു എന്താ 1/2 ഹോൾ റേസ് ടു n മൈനസ് 1/2 ബൈ ഗാമ ഓഫ് n മൈനസ് 1/2. പിന്നെ ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ അതുപോലെ എഴുതി. പിന്നെ n ബൈ സിഗ്മ സ്ക്വയർ ഇൻറ്റു n മൈനസ് 1/2 മൈനസ് 1ഉം എസ് സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ? എസ് സ്ക്വയർ ഇൻറ്റു n മൈനസ് 1/2 മൈനസ് 1ഉം ഇവിടെ n ബൈ സിഗ്മ ഉണ്ട്. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ നമ്മൾ ഇതിന് ഇതായിട്ട് എഴുതി എഫ് ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു എന്താ n/2 സിഗ്മ സ്ക്വയർ റേസ് ടു n മൈനസ് 1/2 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് n മൈനസ് 1/2 പിന്നെ ഇ റേസ് ടു മൈനസ് എൻ എസ് സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പിന്നെ എസ് സ്ക്വയർ റേസ് ടു n മൈനസ് 1/2 മൈനസ് 1. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി പിന്നെ 0 എൽസ്വെയറും. ഇത് കഴിഞ്ഞാൽ പറയണ്ടേ? ഇതൊക്കെ സമയം പോലെ 2 സ്റ്റെപ്പ് വരെ. മിസ് എഴുതി. എല്ലാവരുടെയും കഴിഞ്ഞോ? ആരെങ്കിലും തീരാത്തുണ്ടോ? ഒരു മിനിറ്റ്. ഞാൻ കയറാലോ? കഴിഞ്ഞു. ആരെങ്കിലും തീരാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഈ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ വേരിയൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ. മിസ്